Good morning all. Next we are going to discuss about the concept, objectives or goals of financial management. Mainly the objectives of financial management can be broadly classified into two, that is financial objectives and non-financial objectives. Let's talk about financial objectives. Financial objectives first വരുന്നതാണ് maximization of profit. First financial objective ആണ് maximization of profit. According to this view, the main objective of financial management is to earn profit ആണ്. ഈ ഒരു വ്യൂ പ്രകാരം പറയുന്നത് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് എന്താണ്? ഓർഗനൈസേഷന് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഓർ ഇൻ അതർ വേർഡ്സ് നമുക്ക് എന്ത് പറയാം, നമ്മുടെ ഓർഗനൈസേഷനുമായിട്ട് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി റിലേറ്റ് ചെയ്തിട്ടുള്ള ആളുകളുണ്ടാവില്ലേ, അതായത് ഷെയർ ഹോൾഡേഴ്സ്, ക്രെഡിറ്റേഴ്സ്, എംപ്ലോയീസ്, ഇവരുടെയൊക്കെ എക്കണോമിക് ഇൻട്രസ്റ്റ് സേഫ് ഗാർഡ് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരം ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റിൽ പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്? പ്രോഫിറ്റ് കൂട്ടുക, ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റ് കൂട്ടുക എന്നുള്ളതാണ് എയിം എന്നാണ് പറയുന്നത്. അതായത് എല്ലാ ഇൻട്രസ്റ്റഡ് പാർട്ടീസിനും, നമ്മുടെ ഓർഗനൈസേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻട്രസ്റ്റഡ് പാർട്ടീസിനും എന്ത് കിട്ടണം? മാക്സിമം പ്രോഫിറ്റ് ടു ദെയർ കോൺട്രിബ്യൂഷൻ. അവർ ഓർഗനൈസേഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തതിന് അവർക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടണം എന്നാണ് ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരം പറയുന്നത്. ദെൻ എന്തൊക്കെയാണ് ഈ ഒരു മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? നമ്മൾ പറഞ്ഞു ഈ മെത്തേഡ് പ്രകാരം പറയുന്നത് പ്രോഫിറ്റ് കിട്ടണം എന്നല്ലേ. പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് എസെൻഷ്യൽ ഫോർ സർവൈവൽ ആണ്. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോകുള്ളൂ. സോ പ്രോഫിറ്റ് ഇസ് എസെൻഷ്യൽ ഫോർ സർവൈവൽ ആണ്. ദെൻ സെക്കൻഡ് വൺ, പ്രോഫിറ്റ് ഇസ് ദ സ്റ്റാൻഡേർഡ് ഫോർ മെഷറിങ് ദ സക്സസ് ഓഫ് എ ബിസിനസ് എൻ്റർപ്രൈസ്. നമ്മളെപ്പോഴും ഒരു ബിസിനസ് സക്സസ് ആണോ എന്ന് നോക്കുന്നത് എന്ത് നോക്കിയിട്ടാണ്? ആ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് നോക്കിയിട്ടാണ്. നല്ല പ്രോഫിറ്റുള്ള ഓർഗനൈസേഷൻ ആണെങ്കിൽ നമ്മൾ പറയും ആ ബിസിനസ് സക്സസ്ഫുൾ ആണ് എന്ന് പറയും. So it is the standard for measuring the performance. Okay. Then next, social welfare is achieved through profit maximization. ഇപ്പം നമ്മൾ പറഞ്ഞു പ്രോഫിറ്റ് മാത്രം ഉണ്ടാക്കിയാൽ പോരാ, സൊസൈറ്റീനെയും കൂടെ നോക്കണം ബിസിനസ്സുകാർ നമ്മൾ പറയും. പക്ഷേ സൊസൈറ്റീനെയും കൂടെ നോക്കണമെങ്കിൽ അവർക്ക് എപ്പോൾ മാത്രമേ അത് നോക്കാൻ പറ്റുള്ളൂ? പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് സോഷ്യൽ വെൽഫെയർ കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് എന്തിലൂടെയാണ്? നമ്മുടെ പ്രോഫിറ്റിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സോഷ്യൽ വെൽഫെയർ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. നെക്സ്റ്റ്, മാക്സിമം പ്രോഫിറ്റ് മീൻസ് മാക്സിമം റിട്ടേൺ ടു ഷെയർ ഹോൾഡർ ആണ്. കമ്പനിക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് മാക്സിമം റിട്ടേൺ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ പറ്റുന്നു എന്നാണ്. നെക്സ്റ്റ്, മാക്സിമം പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തും കൂടെ ചെയ്യാൻ പറ്റും? മാക്സിമം ഫണ്ട് ക്യാൻ ബി സെറ്റപ്പ് ഫോർ ഫർദർ എക്സ്പാൻഷൻ. നമുക്ക് നമ്മുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോർ ഫണ്ട് നമുക്ക് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. ദെൻ പ്രോഫിറ്റ് അട്രാക്റ്റ് ഇൻവെസ്റ്റേഴ്സ് ടു ഇൻവെസ്റ്റ് ദെയർ സേവിങ്സ് ഇൻ സെക്യൂരിറ്റീസ്. നല്ല പ്രോഫിറ്റുള്ള ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അത് കണ്ടിട്ട് ഇൻവെസ്റ്റേഴ്സൊക്കെ എന്താവും? ഇൻവെസ്റ്റേഴ്സ് അട്രാക്റ്റഡ് ആവും. അവരുടെ ഫണ്ട് നമ്മുടെ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനീൻ്റെ ഷെയറോ അല്ലെങ്കിൽ ഡിബഞ്ചറോ ഒക്കെ വാങ്ങാൻ തീരുമാനിച്ചു. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല? ലോസ് മേക്കിംഗ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ്റെ സെക്യൂരിറ്റീസ് നമ്മൾ പർച്ചേസ് ചെയ്യില്ല. നമ്മളെപ്പോഴും വാങ്ങുക എന്താണ്? പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ്റെ സെക്യൂരിറ്റീസ് ആയിരിക്കും നമ്മൾ വാങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെയുള്ള പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്? മറ്റുള്ള ഇൻവെസ്റ്റേഴ്സിനെയും കൂടെ നമ്മുടെ ബിസിനസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ട്, നമ്മളെ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ ആണ് ക്രിറ്റിസിസംസ് ഓഫ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. ഈ ഒരു മെത്തേഡിൻ്റെ ക്രിറ്റിസിസംസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ പറയുന്നത്, ദിസ് അപ്രോച്ച് ഇസ് കംപ്ലീറ്റ്ലി സൈലൻറ്റ് ഓൺ ദി ടൈമിംഗ് ഓഫ് പ്രോഫിറ്റ്. നമ്മൾ പ്രോഫിറ്റ് കൂട്ടണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എപ്പം പ്രോഫിറ്റ് കിട്ടണം എന്നതിനെ പറ്റിയിട്ട് ഈ ഒരു മെത്തേഡിൽ ഒന്നും പറയുന്നില്ല. ഓക്കെ, ടൈമിംഗ് ഓഫ് പ്രോഫിറ്റിനെ പറ്റിയിട്ട് ഇവിടെ ഒന്നും തന്നെ മെൻഷൻ ചെയ്യുന്നില്ല. ദെൻ നെക്സ്റ്റ്, ഇറ്റ് ലീഡ്സ് ടു എക്സ്പ്ലോയിറ്റിംഗ് വർക്കേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ്. മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്ന സമയത്ത് എപ്പോഴും മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഓർഗനൈസേഷൻ എന്തിനുള്ള കൂടുതലാണ്? കസ്റ്റമേഴ്സിനെയും എംപ്ലോയീസിനെയും ഒക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ, ചൂഷണം ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ എന്തും കൂടെ വരും? നല്ല ടഫ് കോമ്പറ്റീഷനും കൂടെ മാർക്കറ്റിൽ ഉണ്ടായിരിക്കും. അതുപോലെ പ്രോഫിറ്റ് മാത്രം ചിന്തിക്കുന്ന ഓർഗനൈസേഷൻ ആണെങ്കിൽ അവർ സൊസൈറ്റീനെ കൺസിഡർ ചെയ്യില്ല, സമൂഹത്തിൻ്റെ വെൽഫെയറിന് വേണ്ടി അവരൊന്നും ചെയ്യില്ല എന്നൊക്കെയാണ് ഇതിൻ്റെ ക്രിറ്റിസിസംസ് ആയിട്ട് പറയുന്നത്. ദെൻ
സെക്കൻഡ് ഒബ്ജക്റ്റീവായിട്ട് പറയും. ഫസ്റ്റ് ഒബ്ജക്റ്റീവാണ് അപ്പം മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റിൽ പറഞ്ഞത്. സെക്കൻഡ് ഒബ്ജക്റ്റീവാണ് മാക്സിമൈസേഷൻ ഓഫ് വെൽത്ത്. ഓക്കെ, ഫൈനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സിൽ സെക്കൻഡ് വണ്ണാണ് മാക്സിമൈസേഷൻ ഓഫ് വെൽത്ത്. ഇതിൽ ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഡേവിഡ് ഡുറാൻഡ് ആൻഡ് ലഡ്സ് എന്ന് പറയുന്ന രണ്ട് പേര് 1952 ഈ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരം പറയുന്നത് പ്രോഫിറ്റ് കൂട്ടുക എന്നുള്ളതല്ല ഓർഗനൈസേഷൻ്റെ എയിം. വെൽത്ത് ഓഫ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത്, അവരുടെ സമ്പത്ത് കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഓർഗനൈസേഷൻ്റെ മെയിൻ ആയിട്ടുള്ള എയിം. അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് കൂട്ടുക എന്നുള്ളതാണെന്നാണ് ഈ ഒരു അപ്രോച്ച് പ്രകാരം പറയുന്നത്. ആൻഡ് ഇറ്റ് ഫോക്കസ് ഓൺ ഇൻക്രീസിങ് EPS, ഏർണിംഗ് പെർ ഷെയർ കൂട്ടുക എന്നുള്ളതാണ് ഈ ഒരു മെത്തേഡിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഏർണിംഗ് പെർ ഷെയർ, അതായത് ഓരോ ഷെയർ ഹോൾഡേഴ്സിനും കിട്ടുന്ന എത്രയാണ് ഏർണിംഗ് കിട്ടുന്നത് അത് കൂട്ടുക എന്നുള്ളതാണ് ഓർഗനൈസേഷൻ്റെ എയിം എന്നാണ് ഈ ഒരു കോൺസെപ്റ്റിൽ പറയുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു കോൺസെപ്റ്റിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കാം. ഏറ്റവും കൂടുതൽ ആളുകൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള, യൂണിവേഴ്സലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ഈ ഒരു വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ആൻഡ് ഇതിലെന്ത് നമ്മൾ നേരത്തെ പ്രോഫിറ്റിൽ പറഞ്ഞ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണ്? ടൈമിംഗ് ഓഫ് പ്രോഫിറ്റ് കൺസിഡർ ചെയ്യുന്നില്ല എന്നാണ്. ഇവിടെ എന്ത് കൺസിഡർ ചെയ്യുന്നുണ്ട്? ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുപോലെ റിസ്ക്, നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ തീരുമാനിക്കുമ്പോൾ ഒരുപാട് റിസ്ക് ഉണ്ടാവും. ഇവിടെ റിസ്ക് ഫാക്ടർ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഒരു അപ്രോച്ച് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ലോങ് ടേം ഗ്രോത്ത് ആണ്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ടേം ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റീവാണ്. ഇവിടെ വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത് ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് ആണ്. അതുപോലെ നമ്മൾക്ക് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡിവിഡൻഡ് പോളിസി, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിവിഡൻഡ് ഡിസിഷൻ. അപ്പോൾ പ്രോഫിറ്റ് കിട്ടിയാൽ എത്ര എമൗണ്ട് നമ്മൾ ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നതാണ് ഡിവിഡൻഡ് പോളിസി. അപ്പോൾ നല്ലൊരു ഡിവിഡൻഡ് പോളിസിയൊക്കെ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കോൺസെപ്റ്റ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു മെത്തേഡിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്, അല്ലെങ്കിൽ ക്രിറ്റിസിസംസ് ആയിട്ട് പറയുന്നത്, പല ആളുകളും പറയുന്നുണ്ട് ഇറ്റ് ഈസ് എൻ ഇൻഡയറക്റ്റ് നെയിം ഓഫ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. നമ്മൾ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്നതും വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്നതും ഏകദേശം ഒരേപോലെയാണ് എന്നാണ് ചില ആളുകൾ പറയുന്നത്. അതുപോലെ ഇത് അത്രത്തോളം സോഷ്യലി ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് അല്ല. ആൻഡ് ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് മെയിനായിട്ട് ലാർജ് ഓർഗനൈസേഷനിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇതൊക്കെയാണ് ഇതിൻ്റെ ക്രിറ്റിസിസംസ് ആയിട്ട് പറയുന്നത്. ദെൻ മൂന്നാമത്തെ ഒബ്ജക്റ്റീവ്സ് ആണ് വാല്യൂ മാക്സിമൈസേഷൻ. അതായത് നമ്മുടെ ഈ ഒരു ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സിൽ നമ്മൾ രണ്ടെണ്ണം പറഞ്ഞു, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആൻഡ് വെൽത്ത് മാക്സിമൈസേഷൻ. ദെൻ അടുത്തതാണ് വാല്യൂ മാക്സിമൈസേഷൻ. വാല്യൂ മാക്സിമൈസേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെൽത്ത് മാക്സിമൈസേഷനേക്കാളും കുറച്ചും കൂടി ബ്രോഡർ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് വാല്യൂ മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വാല്യൂ മാക്സിമൈസിങ്ങിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ വാല്യൂ അല്ലെങ്കിൽ അവരുടെ വെൽത്ത്, അവരുടെ സമ്പത്ത് കൂട്ടുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ഓർഗനൈസേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആളുകളും ഉണ്ടാവില്ലേ, അതായത് ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ഇവരുടെ ഒക്കെ വെൽത്ത് കൂട്ടുക എന്നുള്ളതാണ് വാല്യൂ മാക്സിമൈസേഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോട്ട് ഓൺലി ദി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ബട്ട് ഓൾസോ ദി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്, ഡിബഞ്ചർ ഹോൾഡേഴ്സ്, എല്ലാവരുടെയും വെൽത്ത് കൂട്ടുക എന്നുള്ളതാണ്. അത് വളരെ ബ്രോഡായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് എന്ത്, വാല്യൂ മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ്. അപ്പോൾ ഇത് മൂന്നുമാണ് ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ടോപ്പിക് എന്താണ്? ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഒബ്ജക്റ്റീവ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, ഫൈനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് നോൺ ഫൈനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ്. അതിൽ ഫൈനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സിൽ തന്നെ നമ്മൾക്ക് മൂന്നെണ്ണം പഠിക്കാനുണ്ട്: പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, വെൽത്ത് മാക്സിമൈസേഷൻ ആൻഡ് വാല്യൂ മാക്സിമൈസേഷൻ. ഓക്കെ, ദെൻ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് എന്തൊക്കെയാണ് ഈ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കോൺസെപ്റ്റും അതുപോലെ തന്നെ വെൽത്ത് മാക്സിമൈസേഷൻ കോൺസെപ്റ്റും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്നാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ഒരു ഷോർട്ട് ടേം ഒബ്ജക്റ്റീവാണ്. ഓക്കെ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത് ഷോർട്ട് ടേം ഒബ്ജക്റ്റീവാണ്. വെൽത്ത് മാക്സിമൈസേഷനോ ദാറ്റ് ഈസ് എ ലോങ് ടേം ഒബ്ജക്റ്റീവാണ്. ദെൻ പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. മറ്റേതിലെന്താണ്, മാക്സിമം വെൽത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ദെൻ പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ നമ്മൾ മെഷർ ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ ഇഫക്റ്റീവ്നെസ് ആണ്.
വെൽത്ത് മാക്സിമൈസേഷനിലോ നമ്മൾ അവിടെ നോക്കുന്നത് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ്. ഒരു ഓർഗനൈസേഷൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ദെൻ പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ എന്ത് കൺസിഡർ ചെയ്യുന്നില്ല? ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നില്ല. പക്ഷേ വെൽത്തിൽ എന്ത് കൺസിഡർ ചെയ്യുന്നുണ്ട്? ടൈം വാല്യൂ ഓഫ് മണി നമ്മൾ നോക്കുന്നുണ്ട്. ദെൻ പ്രോഫിറ്റിൽ ഒരിക്കലും ഡയറക്റ്റ്ലി നമ്മൾ EPS അല്ലെങ്കിൽ ഏർണിംഗ് പെർ ഷെയർ നമ്മൾ നോക്കുന്നില്ല. ഡയറക്റ്റ്ലി അതിൽ EPS ഇൻവോൾവ് അല്ല. പക്ഷേ വെൽത്ത് മാക്സിമൈസേഷനിൽ നമ്മൾ ഡയറക്റ്റ്ലി ഫോക്കസ് ചെയ്യുന്നത് തന്നെ എന്താണ്? ഏർണിംഗ് പെർ ഷെയർ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ദെൻ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ത് കൺസിഡർ ചെയ്യുന്നില്ല? സൊസൈറ്റീനെ കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ വെൽത്ത് മാക്സിമൈസേഷനിൽ നമ്മൾ സൊസൈറ്റീനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ദെൻ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ളൊരു അപ്രോച്ചാണ്. ബട്ട് വെൽത്ത് മാക്സിമൈസേഷൻ ഇസ് എ മോഡേൺ അപ്രോച്ചാണ്. അതുപോലെ പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ നമ്മൾ എന്തും നോക്കുന്നില്ല? റിസ്ക് ഫാക്ടർ കൺസിഡർ ചെയ്യുന്നില്ല. റിസ്ക് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. പക്ഷേ വെൽത്തിൽ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുന്നുണ്ട്? റിസ്ക് ഫാക്ടറും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് ആണ്. അപ്പോൾ നമ്മൾ ഫൈനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സിൽ 3 പറഞ്ഞു. ഇനി നോൺ ഫൈനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് 4 പറയുന്നത്. ഫസ്റ്റ് വൺ, എൻഹാൻസ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ആൻഡ് വെൽഫെയർ. എല്ലാ ഓർഗനൈസേഷൻ്റെയും ബാക്ക് ബോൺ എന്ന് പറയുന്നത് എന്താണ്? എംപ്ലോയീസാണ്. അവിടെയുള്ള എംപ്ലോയീസാണ്. സോ എംപ്ലോയീസിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ്. അതുപോലെ എൻഹാൻസ് മാനേജ്മെൻറ്റ് സാറ്റിസ്ഫാക്ഷൻ. ഓർഗനൈസേഷൻ ഗവേൺ ചെയ്ത് കൊണ്ടുപോകുന്നത് ആരാണ്? മാനേജ്മെൻ്റ് ആണ്. സോ മാനേജ്മെൻറ്റിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കുക. അതുപോലെ പ്രൊമോട്ട് വെൽബീയിങ് ഓഫ് ദ സൊസൈറ്റി. ഓർഗനൈസേഷൻ നിലനിൽക്കുന്നത് സൊസൈറ്റിയിലാണ്. സോ മാക്സിമം വെൽഫെയർ ഓഫ് സൊസൈറ്റി നമ്മൾ കൺസിഡർ ചെയ്യണം. അതുപോലെ പ്രൊവൈഡ് ക്വാളിറ്റി സർവീസസ് ടു കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ബിസിനസ് ഉണ്ടാവുള്ളൂ. സോ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുക, അവർക്ക് ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യുക. ദീസ് ആർ ദി മേജർ നോൺ ഫൈനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്.